എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ യഥാർത്ഥ ഫീലിങ്സ് അറിയാം, അവരുടെ മനസ്സറിയാം എന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുടെ മുഖം മനസ്സിലോർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം, അതായത് ഈ കാണുന്ന പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങാണ് നമ്മൾ ആദ്യം പറയുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ മുഖമാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്തിരിക്കുന്നത്. ആ വ്യക്തി എന്താണിപ്പോൾ ചിന്തിക്കുന്നതെന്നാണ് നാം അറിയാൻ ശ്രമിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മീയമായി ചൈതന്യമുള്ള, ആത്മീയ ചിന്തയുള്ളൊരു വ്യക്തിയാണ്. എപ്പോഴും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഒന്നിലും ആശങ്കപ്പെടാത്തൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ലോകത്തിൻ്റെ കാര്യങ്ങളും ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ആശയക്കുഴപ്പത്തോടെയും ടെൻഷനോടുകൂടിയും നിങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം മുകളിലുള്ള ശക്തി തീരുമാനിച്ചു കൊള്ളും എന്ന സ്ഥിരം പല്ലവിയാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങൾക്കൊരു പക്ഷെ കേൾക്കുമ്പോൾ ദേഷ്യമോ സങ്കടമോ വിയോജിപ്പൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആ വ്യക്തി അത്രത്തോളം തൻ്റെ ഈശ്വരനിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. എല്ലാ കാര്യം ചിന്തിക്കുമ്പോഴും തനിക്ക് തൻ്റെ ഈശ്വരനുണ്ട്, തൻ്റെ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വ്യക്തി പലപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈശ്വരൻ്റേതായൊരു ഐശ്വര്യം, സമൃദ്ധി നൽകുന്നുണ്ട്. ആ വ്യക്തിയോടുള്ള ഒപ്പമുള്ള ജീവിതം ഏറ്റവും സമാധാനപൂർണ്ണമായിരിക്കും. നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ആ വ്യക്തിയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലുമാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ സുഖം എനിക്ക് മറ്റെവിടെയെങ്കിലും ലഭിക്കുമായിരുന്നു എന്നുള്ള പരാതികളൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയോടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് സർവേശ്വരൻ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. എപ്പോഴും നിങ്ങളും ഒരുമിച്ച് വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കളിയാടണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം വേണമെന്ന് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കാര്യമായി ദേഷ്യം പ്രകടിപ്പിച്ചാലും നിങ്ങളോട് ഒരു പിണക്കവുമില്ലാതെ നിങ്ങൾക്കൊപ്പം തന്നെ കൂടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഏത് സാഹചര്യത്തിലും നിങ്ങളെ കൂടിയേ തീരൂ എന്ന് പറഞ്ഞാണ് ആ വ്യക്തി ജീവിച്ചു പോകുന്നത്. നിങ്ങൾക്കൊപ്പം സൗമ്യഭാവത്തോടു കൂടി എപ്പോഴും ഉണ്ടാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. ജീവിതത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കാണുന്നത്. ലോകത്ത് ഒരുപാട് ആളുകൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിയുടെ പുറകെ വരുമ്പോഴും, ഒരുപാട് ആളുകൾ ഈ വ്യക്തിയെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും, അതിനുള്ള എല്ലാത്തരം യോഗ്യതകളും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ഈ വ്യക്തി എന്തുകൊണ്ട് എന്നെ മാത്രം സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, എന്നെ മാത്രം ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ട് മറ്റൊരിടത്തേക്കും പോകാതെ, മറ്റൊരു ഓപ്ഷനും നോക്കാതെ ഈ വ്യക്തിയെ എന്തുകൊണ്ട് എൻ്റെ തന്നെ പുറകെ നടക്കുന്നു. പലപ്പോഴും നിങ്ങൾക്ക് അത്ഭുതമാണ്, ഈ വ്യക്തിയുടെ കാണിക്കുന്ന സ്നേഹം, ഇഷ്ടം കാപട്യമാണോ, കപടമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേട്, കുറവുകൾ എന്തെങ്കിലും ഈ വ്യക്തി കാണിക്കുന്നുണ്ടോ? എപ്പോഴും നിങ്ങളെ തന്നെ ഈ വ്യക്തി സ്നേഹിക്കുമ്പോൾ നിങ്ങളെപ്പോഴും സംശയത്തോടു കൂടിയാണ് സമീപിക്കുന്നത്. എന്നെപ്പോലൊരു വ്യക്തി എന്തിനാണ് ഈ വ്യക്തിക്ക്? ഞാനും ഈ വ്യക്തിയും തമ്മിൽ എത്രയോ അകലങ്ങളും എത്രയോ വ്യത്യസ്ത ധ്രുവങ്ങളിലുമാണ്, എന്നിട്ട് എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചേക്കാം. ആ വ്യക്തി വ്യത്യസ്തതകളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങളിലെ സ്വഭാവവും നിങ്ങളുടെ സാഹചര്യവും അറിഞ്ഞ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നുമല്ല.
മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളിൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ കാണുന്നു. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ മറ്റാരെയും നിങ്ങളെപ്പോലെ ആ വ്യക്തിയെ സ്വീകരിച്ച് കാണില്ല. നിങ്ങൾ ആ വ്യക്തിയിൽ കൗതുകത്തോടെ സ്നേഹിക്കുന്നത് ആ വ്യക്തി ആസ്വദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരിടത്തും നിങ്ങൾക്ക് ലഭിക്കാത്ത സ്നേഹവും ഒരിടത്ത് നിങ്ങൾക്ക് ലഭിക്കാത്ത സമൃദ്ധിയും സൗഭാഗ്യവും ഈ വ്യക്തിയിലൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പതുക്കെ നിങ്ങളും ആ വ്യക്തിയുടെ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ്. ആ വ്യക്തിയും ഈ നിമിഷവും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തതകളാൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ വ്യത്യസ്തതകളാൽ ആകർഷിക്കപ്പെട്ട ഒരു ബന്ധമാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും. പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല. നിങ്ങളിലെ വ്യത്യസ്തതകൾ നിങ്ങളെ പരസ്പരം ആകർഷിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.